സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം. 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുക. ഇതിനുശേഷം ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള കൂടുതൽ ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണ് എന്ന് ഗതാഗത മന്ത്രി. UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാന വാഗ്ദാനങ്ങളൊന്നാണ് വനിതകളുടെ സൗജന്യ യാത്രാ പദ്ധതി. ജൂൺ 15 മുതലാണ് പദ്ധതി ആരംഭിക്കുക. പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് KSRTC നടത്തിയ പഠനങ്ങളുടെയും കണക്കെടുപ്പുകളുടെയും അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകൾ മാത്രം തെരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് തീരുമാനം എടുത്തത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. ഏത് സെക്ടറിലാണോ കൊടുക്കുന്നത് അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതായിരിക്കും. 15-ാം തീയതി സൗജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10-ാം തീയതിയിലെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കും. പദ്ധതി നടപ്പിലാക്കുമ്പോൾ KSRTCക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള ഏകദേശ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ പ്രതിവർഷം 712 കോടി രൂപ അധിക ബാധ്യത വരും. എല്ലാ ബസ്സുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുകയാണെങ്കിൽ ബാധ്യത പ്രതിവർഷം 1300 കോടി രൂപയായി ഉയരുമെന്നും കണക്കാക്കുന്നു. KSRTCയുടെ നഷ്ടം നികത്താനുള്ള ബദൽ വഴികൾ കണ്ടെത്താനും ആലോചിക്കുന്നുണ്ട്. സൗജന്യ യാത്രയുടെ ഭാഗമായി KSRTCക്ക് സർക്കാർ ഗ്രാന്റ് നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.